ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യഹോവയുടെ സൗഖ്യമാക്കുന്ന കരത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളും പലപ്പോഴും വായിച്ചും എടുത്തും പ്രസംഗങ്ങളിൽ കൂടിയൊക്കെ കേട്ടിട്ടുള്ളതാണ് സൗഖ്യമാക്കുന്ന യഹോവയുടെ കരത്തെക്കുറിച്ച്. എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പലവിധ രോഗങ്ങളിൽ നിന്നൊക്കെയും ദൈവം എന്നെ വിടുവിച്ച് അതിന് ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെയും ദൈവം എത്രത്തോളം നടത്തിയതിന് അവൻ്റെ നാമമഹത്വത്തിനായിട്ട് ഈ വീഡിയോ ചെയ്യുകയാണ്. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് അരുളിച്ചെയ്ത ദൈവം ഇസ്രായേൽ മക്കൾക്ക് എന്നും സൗഖ്യദായകനായിരുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26 മുതൽ നമുക്കിത് വായിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ ഇസ്രായേല്യർക്ക് വരുത്തിയ ഒരു ബാധയും നിങ്ങൾക്ക് വരുത്തുകയില്ല എന്നുള്ള പ്രോമിസും കൂടെ യഹോവ അവിടെ ചെയ്യുകയാണ്. യഹോവയുടെ സൗഖ്യമാക്കുന്ന കരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട്. യേശു ശബ്ബത്ത് നാളിൽ സുനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വർഷമായി കൂനിയായിരുന്ന ഒരു സ്ത്രീ അവിടെ വന്നു. അവൾക്ക് നിവരുവാൻ സാധിച്ചിരുന്നില്ല. അവളിൽ പൈശാചിക ശക്തി വ്യാപിച്ചിരുന്നത് മൂലം ആയിരുന്നു അവൾ കൂനിയായത് എന്ന് പറയുന്നു. 18 വർഷക്കാലമായി അവൾ നിവർന്നിട്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: യേശു അവളെ കണ്ടു, അവളെ വിളിച്ചു, സ്ത്രീയെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. ഉടനെ അവൾ നിവർന്നു നിന്നു. ഉടനെ ദൈവത്തെ സ്തുതിച്ചു. ഈ സംഭവം നാം പരിശോധിക്കുകയാണെങ്കിൽ രോഗാത്മാവുള്ളവളായ ആ സ്ത്രീ സിനഗോഗിൽ വന്ന് യേശുവിൻ്റെ ഉപദേശം കേൾക്കുകയായിരുന്നു. യഹൂദന്മാർ ശബ്ബത്ത് നാളുകളിൽ ജോലി ഒന്നും തന്നെ ചെയ്യുന്ന പതിവില്ല. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ദിവസമാണ് ഇത്. കൂനിയായ സ്ത്രീയെ ശബ്ബത്ത് നാളിൽ സൗഖ്യം കൊടുത്തതിന് അധികാരികൾക്ക് ദേഷ്യമുണ്ടായി. അധികാരികൾ ദേഷ്യപ്പെട്ടു. എന്നാൽ യേശു അതിന് തക്ക മറുപടി കൊടുക്കുന്നു. ഇതല്ല നമുക്ക് ഇവിടെ വിഷയം. ആ സ്ത്രീയുടെ രോഗാവസ്ഥയിൽ അവൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാനായിട്ട് മടി കാട്ടിയിരുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവളെ യേശു കണ്ടു. നമ്മെ എല്ലാ അവസ്ഥയിലും കാണുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ അവസ്ഥകളെ വേണ്ടതുപോലെ അറിയുന്നവൻ അവൻ ഒരുവൻ മാത്രമാണ്. ഭവനത്തിലുള്ളവരോ കൂട്ടുകാരോ മക്കളോ മാതാപിതാക്കളോ ആരും തന്നെ അറിയുന്നതിനേക്കാൾ ഉപരി നമ്മെ അറിയുന്നവൻ നമ്മുടെ കർത്താവാണ്. കാരണം അവൻ ഹൃദയങ്ങളെ അറിയുന്നു, നൊമ്പരങ്ങളെയും നിലവുകളെയും അവൻ അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിലും മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ അവൻ അറിയുന്നു. പിന്നെ എവിടെയാണ് ദൈവം നമ്മെ കാണാതെ പോകുന്നത്? നാം പാപത്തിനടിമയായി ജീവിക്കുമ്പോൾ പോലും അവൻ നമ്മുടെ പ്രവൃത്തികളെ കാണുന്നുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്കും ഹൃദയനുറുക്കങ്ങൾക്കും കൂടെ അറിയുന്നവനുമാണ്. നമ്മെ കണ്ടിട്ട് കർത്താവെ, ഞാൻ വെറുതെ ഇരിക്കുന്നത് എന്തേ എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. കർത്താവ് എന്താ എൻ്റെ ഈ കഷ്ടമെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന, അല്ലെ എന്താ വെറുതെ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഹൃദയത്തിൽ തോന്നിയേക്കാം. എന്നാൽ പിന്നീട് അവൻ ഈ സംഭവം നമ്മൾ നോക്കുമ്പോൾ യേശു അവളെ വിളിച്ചതായിട്ട് പറയുന്നു. യേശു അവളെ കണ്ടു, അത് കഴിഞ്ഞ് അവളെ വിളിച്ചു. അവൾ വിളി കേട്ടു. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ദൈവം വിളിച്ചാൽ നാം വിളി കേൾക്കേണ്ടവരാണ്. കർത്താവ് ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നമ്മോടും നാം അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്നും എഴുതിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ദിവസവും അവരെ കാണുവാനായിട്ട് വരുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവർ ദൈവത്തെ പേടിച്ച് ഒളിച്ചിരുന്നു. ദൈവം ആദമേ, ആദമേ, നീ എവിടെ എന്ന് ചോദിച്ചു. അന്ന് തുടങ്ങിയ വിളി ഇന്നും പല വിധത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു.
പാപത്തിൽ മുഴുകിപ്പോയ മനുഷ്യന് പലപ്പോഴും അവൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കാതെ പോകുന്നു. അവൻ അവളുടെ ബന്ധനങ്ങളെല്ലാം അഴിച്ചു. ആ കുനിയായ സ്ത്രീയുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു. രോഗബന്ധനത്തെ യേശുവിൻ്റെ വാക്കിനാൽ അഴിക്കപ്പെട്ടു. അവൾ സ്വതന്ത്രയായി. പാപത്തിൽ നിന്നുള്ള വിടുതൽ യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. രോഗാത്മാവ് ബാധിച്ച് അവളുടെ ശരീരത്തിൽ യേശു തൊട്ടു. ഉടനെ അവളുടെ ബാധ അവളെ വിട്ടുമാറി. അവൾ നിവർന്നു നിന്നു. അവൾ ദൈവത്തെ സ്തുതിച്ചു. യേശു അനേക രോഗികളെ സൗഖ്യമാക്കി. യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ജ്വരം സൗഖ്യപ്പെടുത്തി. പുതിയ നിയമത്തിൽ അനേകർക്ക് ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം അനുഭവിച്ചറിയുവാനിടയായി. കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തർക്ക് സൗഖ്യം നൽകി, തളർച്ച രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലിനും സൗഖ്യവും കൊടുത്തു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, കഷ്ടത്തിലും പ്രയാസത്തിലുമായിരുന്ന അനേകർക്ക് ദൈവം സൗഖ്യം നൽകി, രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം. ഇങ്ങനെ പോകുന്നു വലിയ നീണ്ട നിര. എന്നാൽ കർത്താവ് ചികിത്സിച്ചും തൊട്ടും ആജ്ഞാപിച്ചും മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടും സൗഖ്യം കൊടുത്തു. അവസാനം മഹാപുരോഹിതൻ്റെ സേവകനായ എൻ്റെ കാത് പത്രോസ് അറുത്തപ്പോൾ അതിനെയും യേശു സൗഖ്യപ്പെടുത്തി. 38 വർഷക്കാലമായി ബത്സൈദ കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്ന രോഗിയോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. ഈ ഭാഗം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് വായിക്കുന്നു. 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഏറിയ കാലമായിട്ട് അവൻ അവിടെ കിടക്കുന്നുവെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അവൻ ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുന്നതിന് പകരം അവൻ്റെ പ്രശ്നം വിവരിക്കുക ആണ് ചെയ്തത്. എന്നാൽ യേശു അവനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഈ സംഭവത്തിൽ പശ്ചാത്തലം നാം പഠിക്കുകയാണെങ്കിൽ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തർ, ക്ഷയരോഗികൾ തുടങ്ങി വലിയ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ കാണുന്നു. ദൂതൻ അതത് സമയം കുളത്തിലിറങ്ങി ആ വെള്ളത്തെ കലക്കും. ആദ്യം ആരിറങ്ങുന്നുവോ അവന് ഏത് രോഗം പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം ലഭിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കർത്താവ് സൗഖ്യം കൊടുത്ത രോഗിക്ക് ആരുമില്ലായിരുന്നു. വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നവൻ അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ സഹായിച്ച കരമാണ് യേശുവിൻ്റേത്. അത്രയും വർഷമായിട്ട് അവൻ അവിടെ കിടന്നെങ്കിലും അവനെ സഹായിപ്പാനായിട്ട് ആരുമുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ അവന് സൗഖ്യം ലഭിച്ചു. ദൂതൻ വന്ന് കലക്കുന്ന ആ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ അവന് സൗഖ്യം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ യേശു അവനെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ പോലും ആ മനുഷ്യന് സൗഖ്യമാകുവാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നിരങ്ങിയാലും 38 വർഷം കൊണ്ട് അത് വെള്ളത്തിൻ്റെ അരികിൽ വരെ ഇറങ്ങി സൗഖ്യം പ്രാപിക്കാമായിരുന്നുവെന്ന് നമ്മളുടെ ബുദ്ധിയിൽ നാം ചിന്തിച്ചേക്കാം. നമ്മിൽ പലരും ഇതേപോലെ തന്നെയാണ്. ഒഴിവുകൾ പറഞ്ഞ് കാലം നീക്കുന്നു. നാം എത്തേണ്ട സ്ഥാനത്തേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാതെ പോകുന്നു. യേശു അങ്ങനെ പലർക്കും രോഗസൗഖ്യം നൽകിയതായിട്ട് നമ്മൾ കാണുന്നു. അതേപോലെ നമ്മളുടെ ജീവിതത്തിലും പല രോഗങ്ങൾക്കും ദൈവം അതിഭയങ്കരമായ വ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഠിന വേദനകളിൽ നിന്നൊക്കെയും സൗഖ്യം തന്നിട്ടുണ്ട്. പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസസ് പറഞ്ഞാൽ വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ചേർക്കുന്നില്ല. പിന്നെ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ വരുന്നത്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അധികമാകുമ്പോൾ പലപ്പോഴും നാം ചോദിക്കാറുണ്ട്, ദൈവം എന്നോട് എന്തിന് ഇത് ചെയ്തുവെന്ന്. ദൈവമാണ് നമ്മെ പരീക്ഷിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ദൈവം ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറിച്ച് സൗഖ്യവും സുഖവും തരുന്നവനാണ് നമ്മുടെ കർത്താവ്. അതിൻ്റെ തെളിവാണല്ലോ യേശു പരസ്യ ശുശ്രൂഷക്കാലത്ത് അനേക രോഗികളെ സൗഖ്യമാക്കിയത്. അവൻ ആർക്കും രോഗം കൊടുത്തില്ല. നീതിമാനായ ഇയ്യോബ് എങ്ങനെയാണ് ദൈവസന്നിധി ജീവിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ സാത്താൻ ദൈവത്തോട് പറയുന്ന ഭാഗം നമുക്ക് അറിയാമല്ലോ. ഈ വീഡിയോയിൽ അതൊക്കെയും പറയുവാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട്
വേറെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറൊരു വീഡിയോയിൽ യോബിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെയും പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അവൻ നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കലും കൈവിടാത്തവനാണ്. രോഗം വന്നാലും രോഗത്തിന് സൗഖ്യം തരുന്നവനാണ്. നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ആനന്ദിക്കാം, സന്തോഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ടു ഓൾ.